മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. നമസ്കാരം, ഞാൻ ഉമേഷ് വിരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. വിവാദങ്ങൾക്കിടെ കെ ടി ജലീലിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ മുഖ്യമന്ത്രി. പ്രസ്താവനകളിൽ ജാഗ്രത വേണമെന്നും സഹകരണ ബാങ്കിലെ ഇഡി അന്വേഷണം സർക്കാർ നിലപാടല്ലെന്നും മുഖ്യമന്ത്രി. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ പോരാട്ടം തുടരുമെന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ ടി ജലീലിനെ CPIM തള്ളിയെന്നത് മാധ്യമ പ്രചാരണമെന്ന് എ വിജയരാഘവൻ. ചന്ദ്രിക ദിനപത്രത്തിനെതിരായ കള്ളപ്പണക്കേസിൽ കെ ടി ജലീൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഇന്ന് ഹാജരാകും. 7 സുപ്രധാന തെളിവുകൾ കൈമാറുമെന്ന് കെ ടി ജലീൽ 24നോട്. ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് സ്ഥലം വാങ്ങിയതടക്കമുള്ള കാര്യങ്ങളിലെ അഴിമതികൾ കൈമാറും. സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിൽ ഇഡി ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് എളമരം കരീം MP. മുസ്ലിം ലീഗിനോട് മൃദു സമീപനമില്ലെന്നും ഇഡി മൊഴിയെടുക്കാൻ വിളിച്ചാൽ കെ ടി ജലീലിന് പോകേണ്ടി വരുമെന്നും എളമരം കരീം. വിവാദ പ്രസ്താവനയുമായി പാലാ രൂപതാ ബിഷപ്പ്. സംസ്ഥാനത്ത് ലവ് ജിഹാദിനൊപ്പം നർക്കോട്ടിക് ജിഹാദുമുണ്ടെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. കത്തോലിക്ക പെൺകുട്ടികളെ ഇരയാക്കുന്നുവെന്നും കരുതിയിരിക്കണമെന്നും വചന സന്ദേശം. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കാൻ ഗൂഢശ്രമമെന്നും ബിഷപ്പ്. പോലീസ് ബിഷപ്പിനോട് തെളിവുകൾ ആവശ്യപ്പെടണമെന്ന് സഭാ സുതാര്യ സമിതി. സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ട മുസ്ലിം ലീഗ് നടപടി ചോദ്യം ചെയ്ത് ഹരിത. അപമാനിക്കുന്നവരോട് സന്ധിയില്ലെന്നും വനിതാ കമ്മീഷനെ സമീപിച്ചത് ഭരണഘടനാപരമായ അവകാശം ഉപയോഗിച്ചെന്നും സംസ്ഥാന അധ്യക്ഷ മുഫീദ തെസ്നി. പാർട്ടി ഒറ്റക്കെട്ടായാണ് പിരിച്ചുവിടൽ തീരുമാനമെടുത്തതെന്ന് MK മുനീർ. സ്ത്രീവിരുദ്ധതയാണ് ലീഗിന്റെ മുഖമുദ്രയെന്ന് എ വിജയരാഘവൻ. ഹരിതയ്ക്കെതിരായ നടപടിക്ക് പിന്നാലെ MSFലും പൊട്ടിത്തെറി. ഹരിതയെ തടഞ്ഞത് പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് ഒരു വിഭാഗം. മുസ്ലിം ലീഗ് സ്ത്രീവിരുദ്ധ പാർട്ടിയാണെന്ന പൊതുബോധത്തിലേക്ക് നീങ്ങുകയാണെന്നും വിമർശനം. PK നവാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന നേതൃത്വത്തിൽ നൽകിയ പരാതി പുറത്ത്. സെമി കേഡർ പാർട്ടിയാകാൻ മാർഗരേഖയുമായി കോൺഗ്രസ്. പാർട്ടി കേഡർമാർക്ക് പ്രതിമാസ ഇൻസെന്റീവ്. പാർട്ടി വേദികളിൽ ആൾക്കൂട്ടം ഒഴിവാക്കും. നേതാക്കൾ വ്യക്തിപരമായി ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നത് അനുവദിക്കില്ല. പ്രാദേശിക തർക്കങ്ങൾ പരിഹരിക്കാൻ ജില്ലാതല സമിതികൾ. മാർഗരേഖ അവതരിപ്പിച്ചത് DCC പ്രസിഡന്റുമാരുടെ ശില്പശാല. രമേശ് ചെന്നിത്തലയെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാക്കാനുള്ള തീരുമാനത്തിലുറച്ച് സോണിയാഗാന്ധി. അടുത്ത പുനഃസംഘടനയിൽ രമേശ് ചെന്നിത്തല ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാകും. രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുന്നത് പഞ്ചാബ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളുടെ ചുമതല. മുല്ലപ്പള്ളി രാമചന്ദ്രനും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണനയിൽ. ഒരു സ്ഥാനവും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ പ്രതിപക്ഷം കേന്ദ്ര നയങ്ങൾക്ക് പിന്തുണ നൽകുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. BJPക്ക് നിയമസഭയിൽ ആളില്ലാത്തതിന്റെ കുറവ് നികത്താൻ UDF പ്രയത്നിക്കുകയാണെന്ന് വിമർശനം. BJPയോടുള്ള വിധേയത്വമാണ് പുതിയ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രത്യേകതയെന്നും എ വിജയരാഘവൻ. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്ടോബർ 4-ന് തന്നെ തുറക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കോവിഡ് മാനദണ്ഡമനുസരിച്ച് ക്ലാസുകൾ ക്രമീകരിക്കും. വിദ്യാർത്ഥികൾക്കായി വാക്സിനേഷൻ ഡ്രൈവ് നടത്തുമെന്നും R ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണത്തിന് 3 കമ്മീഷനുകൾ രൂപീകരിച്ചതായും മന്ത്രി. നീറ്റ് PG പരീക്ഷ മാറ്റിവെക്കണമെന്ന പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം വരുത്താൻ അനുവദിക്കണമെന്ന ആവശ്യവും പരിഗണിച്ചില്ല. രാജ്യത്തെ കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നുവെന്ന് ജസ്റ്റിസ് U ലളിത് അധ്യക്ഷനായ ബെഞ്ച്. കേരളത്തിലെ കോവിഡ് വ്യാപനമടക്കം ചൂണ്ടിക്കാട്ടിയെങ്കിലും വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചില്ല. രാജ്യത്തെ കോവിഡ് കേസുകളിൽ വർധന. 24 മണിക്കൂറിടെ 43,263 പുതിയ കേസുകളും 338 മരണവും. ചികിത്സയിലുള്ളവരുടെ എണ്ണം 3,31,000-ആയി. സംസ്ഥാനത്ത് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നില്ല. പ്രതിദിന രോഗികളുടെ എണ്ണം 30,000-ന് മുകളിൽ. കോവിഡ് സാഹചര്യത്തിലെ വരുമാന പ്രതിസന്ധിയിൽ സംസ്ഥാനങ്ങൾക്ക് 6ാം ഘട്ട സഹായം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. 9,771 കോടി രൂപയാണ് ആകെ വകയിരുത്തിയത്. ഇതിൽ നിന്ന് കേരളത്തിന് 1,657.58 കോടി രൂപ ലഭിക്കും. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തുക. കോവിഡ് വ്യാപനം സാമ്പത്തിക രംഗത്ത് തകർത്തെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ജനങ്ങളുടെ കയ്യിലെത്തിയത് വളരെ കുറച്ചു വരുമാനം. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി 20 ലക്ഷം ഡോസ് വാങ്ങി ആശുപത്രികൾക്ക് നൽകുന്ന പ്രക്രിയ തുടരുകയാണെന്നും ധനമന്ത്രി.
നിപ്പ ആശങ്കയ്ക്കറുതി 15 പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. നിലവിൽ 64 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ. സമ്പർക്ക പട്ടികയിലെ കൂടുതൽ പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കും. വൈറസിന്റെ ഉറവിടം കണ്ടെത്താൻ പുരയിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇന്ന് ജില്ലയിലെത്തും. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങളിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. പരാതി ലഭിച്ചാൽ ഉടൻ നടപടി വേണം. അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നുവെന്ന് DGP ഉറപ്പാക്കണം. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങൾ സർക്കാർ ലാഘവത്തോടെ കാണുകയാണെന്നും കോടതിയുടെ വിമർശനം. കുവൈറ്റ് യാത്രയ്ക്കുള്ള ടിക്കറ്റ് നിരക്കിൽ ആശങ്ക ഒഴിയുന്നില്ല. വിവിധ വിമാന കമ്പനികളുടെ നിരക്ക് 1 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും ഇടയിൽ തന്നെ. അധിക സർവീസ് ആരംഭിക്കണമെന്നും നിരക്ക് കുറയ്ക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നും തിരികെ പോകാൻ കാത്തിരിക്കുന്ന പ്രവാസികൾ. 24 പരമ്പര തുടരുന്നു അക്കരെ പറ്റാൻ. KSRTC ഡിപ്പോകളിൽ ബെവ്കോ ഔട്ട്ലെറ്റ് ആരംഭിക്കുന്ന കാര്യം സർക്കാർ ആലോചിച്ചിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി MV ഗോവിന്ദൻ. നടക്കുന്നത് അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങളെന്നും MV ഗോവിന്ദൻ. ഔട്ട്ലെറ്റുകളിൽ ചിലത് മാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവ് പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മന്ത്രിയുടെ വിശദീകരണം. അഫ്ഗാനിസ്ഥാനുമായുള്ള ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഓസ്ട്രേലിയ പിന്മാറി. തീരുമാനം താലിബാന്റെ വനിതാ ക്രിക്കറ്റിനോടുള്ള സമീപനത്തിൽ പ്രതിഷേധിച്ച് പരമ്പരയ്ക്ക് ആതിഥേയത്വം വഹിക്കില്ലെന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ. അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാൻ ഇടപെടലിൽ അതൃപ്തി അറിയിച്ച് ഇന്ത്യ. അഫ്ഗാനെ ഭീകരവാദികളുടെ കേന്ദ്രമാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണെന്ന് ഇന്ത്യ. രാജ്യാന്തര സമൂഹം ഇടപെടണമെന്നും ആവശ്യം. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ, അമേരിക്ക, റഷ്യ ഇന്റലിജൻസ് സഹകരണം. കുട്ടനാട്ടിലെ കൈനകരിയിൽ വാഹനങ്ങൾ കത്തിച്ചയാൾ പിടിയിൽ. മണ്ണഞ്ചേരി സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സ തേടിയാളെന്ന് പോലീസ്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾക്ക് തീയിട്ടത് ഇന്നലെ രാത്രി. നിയമസഭാ കയ്യാങ്കളി കേസിൽ രമേശ് ചെന്നിത്തല നൽകിയ ഹർജി തള്ളി. കേസിൽ കക്ഷി ചേർക്കണമെന്ന ആവശ്യം പരിഗണിച്ചില്ല. പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന ഹർജിയും തള്ളി. നടപടി തിരുവനന്തപുരം CJM കോടതിയുടേത്. പ്രതികളുടെ വിടുതൽ ഹർജിയിൽ വാദം ഈ മാസം 23-ന്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി S സുരേഷിനെ നിയമിച്ചില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് രമേശ് ചെന്നിത്തല. വിധി രമേശ് ചെന്നിത്തലയ്ക്കേറ്റ കനത്ത തിരിച്ചടിയെന്ന് V ശിവൻകുട്ടി. മുട്ടിൽ മരമുറിക്കൽ കേസിൽ നിയമോപദേശം തേടിയുള്ള മേപ്പാടി റേഞ്ച് ഓഫീസർ സമീറിന്റെ കത്ത് AG തിരിച്ചയച്ചു. നടപടി റേഞ്ച് ഓഫീസർ AGയോട് നേരിട്ട് നിയമോപദേശം തേടിയത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി. ചട്ടപ്രകാരം ഉദ്യോഗസ്ഥർ നിയമോപദേശം തേടേണ്ടത് നിയമവകുപ്പിനോടെന്നും മറുപടി. എല്ലാവർക്കും ഭൂമി എന്ന ലക്ഷ്യമാണ് ഇടത് സർക്കാരിനുള്ളതെന്ന് റവന്യൂ മന്ത്രി K രാജൻ. 13,500 കുടുംബങ്ങൾക്ക് ഭൂമി നൽകുന്നു എന്നത് അഭിമാനം. അനർഹരുടെ കയ്യിൽ ഭൂമി ഇല്ല എന്ന് ഉറപ്പാക്കുമെന്നും നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ മന്ത്രി. ഫയലുകളുടെ കാലതാമസം ഒഴിവാക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നും K രാജൻ. തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ അജിത തങ്കപ്പന് പോലീസ് സംരക്ഷണം ഒരുക്കണമെന്ന് ഹൈക്കോടതി. ഔദ്യോഗിക നിർവഹണത്തിന് ആവശ്യമായ സംരക്ഷണം നൽകാൻ നിർദ്ദേശം. നടപടി അജിത തങ്കപ്പൻ നൽകിയ ഹർജി. ദേശീയപാതയിൽ യുദ്ധവിമാനങ്ങൾക്കിറങ്ങാൻ എയർ സ്ട്രിപ്പ് ഒരുക്കി നാഷണൽ ഹൈവേ അതോറിറ്റി. 3 കിലോമീറ്റർ പ്രത്യേക പാത തുറന്നുകൊടുത്തത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന്. എമർജൻസി ലാൻഡിംഗിന് സൗകര്യം രാജസ്ഥാനിലെ സത്ത ഗാന്ധവ് പാതയിൽ. കർണാലിലെ പ്രതിഷേധ സമരം ശക്തമാക്കി കർഷക സംഘടനകൾ. സിംഗു മാതൃകയിൽ സ്ഥിരം സമരവേദി ഉയർത്തുമെന്ന് കർഷകർ. മുൻ SDM ആയുഷ് സിൻഹയ്ക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ എല്ലാ കളക്ടറേറ്റുകളും ഉപരോധിക്കും. കർഷക പ്രതിഷേധത്തിനിടെ കർണാലിൽ മൊബൈൽ, ഇന്റർനെറ്റ്, SMS സേവനങ്ങൾക്ക് നിരോധനം. ആനി രാജയെ ന്യായീകരിച്ച ജനറൽ സെക്രട്ടറി D രാജയുടെ പ്രസ്താവനയിൽ അതൃപ്തി അറിയിക്കാൻ CPI സംസ്ഥാന നിർവാഹക സമിതി തീരുമാനം. ആനി രാജയെ പിന്തുണച്ചത് അനുചിതവും അനവസരത്തിലുള്ളതുമാണെന്ന് സംസ്ഥാന നേതൃത്വം. ദേശീയ നേതൃത്വത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ബിനോയ് വിശ്വത്തെ ചുമതലപ്പെടുത്തി. കാക്കനാട് ലഹരിക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കും. കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായി EDയുടെ വിലയിരുത്തൽ. കരമാൻകൊമ്പ് പിടികൂടിയ കേസിൽ പ്രതികളെ വനംവകുപ്പും നാളെ അറസ്റ്റ് ചെയ്തേക്കും. കേസിൽ 20 പേർക്ക് കൂടി നോട്ടീസ് അയച്ച് ക്രൈംബ്രാഞ്ച്. കളമശ്ശേരിയിൽ തോക്ക് പിടികൂടിയ സംഭവത്തിൽ SSV സെക്യൂരിറ്റീസിന്റെ മുംബൈ ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ്. മാനേജറടക്കം 4 ഉദ്യോഗസ്ഥർ നാളെ എത്തണം. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന അപേക്ഷ ഇന്ന് കോടതിയിൽ നൽകും. പണിക്കൻകുടി സിന്ധു കൊലപാതക കേസിലെ പ്രതി ബിനോയിയെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കൊല്ലപ്പെട്ട സിന്ധുവിന്റെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് പ്രതിയുമായി വീണ്ടും തെളിവെടുപ്പ് നടത്തുന്നത്. പ്രതി ബിനോയ് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇടങ്ങളിലും പരിശോധന നടത്തും.
സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയും താഴ്ന്നു. ഗ്രാമിന് 4400 രൂപയും പവന് 35,200 രൂപയുമാണ് ഇന്നത്തെ വില. നോക്കാം ദേശീയ. ബംഗളൂരുവിൽ കോവിഡ് ഡെൽറ്റ വകഭേദത്തിന്റെ ഉപവകഭേദം കണ്ടെത്തിയെന്ന് റിപ്പോർട്ട്. ജിനോം സീക്വൻസിംഗ് ആരംഭിക്കാൻ നിർദ്ദേശം. കേസുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് ആരോഗ്യ മന്ത്രാലയം. കോവിഡ് 2ാം തരംഗത്തിൽ രാജ്യത്ത് ആത്മഹത്യാ നിരക്ക് കൂടിയെന്ന് പഠനം. ആത്മഹത്യാ പ്രവണതയിൽ 67.7% വർധനയുണ്ടായെന്ന് റിപ്പോർട്ടുകൾ. ഗാനരചയിതാവ് ജാവേദ് അക്തർ നൽകിയ മാനനഷ്ട കേസിനെതിരെ നടി കങ്കണ റണൌത്ത് സമർപ്പിച്ച ഹർജി തള്ളി ബോംബെ ഹൈക്കോടതി. സമൻസ് അയച്ചതടക്കം അന്തേരിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി സ്വീകരിച്ച നടപടികൾ കോടതി ശരിവെച്ചു. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കങ്കണ റണൌത്ത് അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് ജാവേദ് അക്തറിന്റെ പരാതി. വിനോദ സാംസ്കാരിക മേഖലയിലെ ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യയും ബംഗ്ലാദേശും. ബംഗ്ലാദേശിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ലിബറേഷൻ ഓഫ് ബംഗ്ലാദേശ് ഇൻ 1971 എന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാണത്തിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കും. ധാരണയായത് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറും ബംഗ്ലാദേശ് വാർത്താവിതരണ മന്ത്രി ഡോക്ടർ ഹസൻ മുഹമ്മദും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ. ഡൽഹി വിമാനത്താവളത്തിലെ എലിവേറ്റഡ് ടാക്സിവേ അടുത്ത വർഷം അവസാനം തുറക്കും. നിർമ്മാണം 60% പൂർത്തിയായെന്ന് അധികൃതർ. ഇതോടെ വിമാനങ്ങൾക്ക് റൺവേയിലേക്ക് എത്താൻ കുറഞ്ഞ ദൂരം പിന്നിട്ടാൽ മതിയാകും. ബംഗാൾ കോൺഗ്രസിൽ ഭിന്നത. മമതാ ബാനർജിക്കെതിരെ ഭവാനിപ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന ആവശ്യം. മമതയെ പിന്തുണച്ചാൽ പാർട്ടി വിടുമെന്നും ഒരു വിഭാഗം നേതാക്കൾ. ദൂദ്സാഗർ വെള്ളച്ചാട്ടവുമായി ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മാണ പദ്ധതിക്ക് ഗോവ ഹൈക്കോടതിയുടെ സ്റ്റേ. നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ അനുമതി ലഭിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ല. നടപടി ഗോവ ഫൗണ്ടേഷൻ നൽകിയ ഹർജി. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫുഡ് കോർട്ട് പ്രവർത്തനം തുടങ്ങി. 6000 സ്ക്വയർ ഫീറ്റിലെ ഫുഡ് കോർട്ടിൽ വിദേശ ബ്രാൻഡുകളുടെ അടക്കം ഔട്ട്ലെറ്റുകൾ സജ്ജം. പ്ലാറ്റ്ഫോം നമ്പർ 16 ഭക്ഷണശാല. കർണാടകയിലെ ഷിമോഗയിൽ 100ഓളം തെരുവ് നായ്ക്കൾ ചത്ത നിലയിൽ. വിഷമകത്ത് ചെന്നതാണെന്ന് സൂചന. കഴിഞ്ഞ ആഴ്ച 180ഓളം കുരങ്ങുകളെ ഹസൻ ജില്ലയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. ഡൽഹിയിലെ വായുമലിനീകരണത്തിന് കാരണമായ വയലുകളിലെ തീയിടൽ പ്രശ്നം ചർച്ച ചെയ്യാൻ പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം. വനം പരിസ്ഥിതി വകുപ്പുകളിലെയും ഡൽഹി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര. അഫ്ഗാനിസ്ഥാനിലെ അരാജകത്വ യുഗം അവസാനിച്ചെന്ന് ചൈന. അടിയന്തരമായി $31 മില്യൺ സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനം. രാജ്യം പുനരുദ്ധരിക്കാൻ താലിബാൻ സർക്കാരിന് ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും ചൈന. സ്ത്രീകളെ കായിക മത്സരങ്ങളിൽ നിന്ന് വിലക്കി താലിബാൻ. ക്രിക്കറ്റോ ശരീരഭാഗങ്ങൾ കാണിക്കുന്ന മത്സരങ്ങളോ അനുവദിക്കില്ല. ഉത്തരവ് സാംസ്കാരിക വിഭാഗം അധ്യക്ഷൻ അഹമ്മദ് അബ്ദുള്ളയുടേത്. മൊറോക്കോയിലെ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ജസ്റ്റിസ് ഡെവലപ്മെന്റ് പാർട്ടിക്ക് തോൽവി. ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടിക്ക് ലഭിച്ചത് 12 സീറ്റ് മാത്രം. 97 സീറ്റുമായി NRI ഒന്നാമത്. അഫ്ഗാനിസ്ഥാനിൽ വനിതകളുടെ പ്രക്ഷോഭം റിപ്പോർട്ട് ചെയ്തതിന് മർദ്ദനമേറ്റ മാധ്യമപ്രവർത്തകരുടെ ചിത്രം പുറത്ത്. ലോസ് ആഞ്ചലസ് ടൈംസ് ലേഖകൻ മാർക്കസ് യാമാണ് ചിത്രം പുറത്തുവിട്ടത്. വീഡിയോ എഡിറ്ററും റിപ്പോർട്ടറുമായ താഗി ദരിയാബി, നെമത്തുള്ള നഖ്ദി എന്നീ മാധ്യമപ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റത്. എത്യോപ്യയിൽ ആഭ്യന്തര കലഹം രൂക്ഷം. സംഘർഷത്തിൽ കഴിഞ്ഞ മാസം മാത്രം 125 ഗ്രാമവാസികൾ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ. ആക്രമണങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ടിഗ്രേ വിമത നേതാക്കൾ. സമ്പന്ന രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങൾക്ക് കൂടുതൽ വാക്സിൻ സഹായം ഉറപ്പാക്കണമെന്ന് ആവർത്തിച്ച് ലോകാരോഗ്യ സംഘടന. 3ാം ഡോസ് നൽകാനുള്ള ചില രാജ്യങ്ങളുടെ തീരുമാനം വാക്സിൻ ലഭ്യതയ്ക്ക് വെല്ലുവിളിയാകും. വർഷാവസാനത്തോടെ 40% വാക്സിനേഷൻ പൂർത്തീകരിക്കാനുള്ള പദ്ധതി പ്രതിസന്ധിയിലെന്നും WHO. ലോകത്തെ ഏറ്റവും ഉയർന്ന വാക്സിനേഷൻ നിരക്കെന്ന റെക്കോർഡ് സ്വന്തമാക്കി UAE. പോർച്ചുഗൽ 2ാം സ്ഥാനത്ത്. UAEയിലെ ആകെ ജനസംഖ്യയിൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചത് 78% പേർ. ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിദെ സുഗയുടെ അമേരിക്കൻ സന്ദർശനം ഈ മാസം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടത്തും. ജോ ബൈഡൻ അധികാരത്തിലേറിയതിന് വൈറ്റ് ഹൌസുമായി ജപ്പാൻ ചർച്ച നടത്തുന്നത് ഇതാദ്യം. ഗില്ലൻ ബാരെ സിൻഡ്രോം അസ്ട്രാസെനേക കോവിഡ് വാക്സിന്റെ അപൂർവ പാർശ്വഫലമായി ഉൾപ്പെടുത്തിയെന്ന യൂറോപ്യൻ മെഡിസിൻ ഏജൻസി. ജൂലൈ 31 വരെ ലോകത്താകെ 833 കേസുകൾ റിപ്പോർട്ട് ചെയ്തെന്ന് കണ്ടെത്തൽ. പക്ഷാഘാതത്തിന് കാരണമായേക്കാമെന്നും റിപ്പോർട്ടുകൾ. നിറം മാറുന്ന ചർമ്മസമാനമായ ഉൽപ്പന്നം വികസിപ്പിച്ച് ദക്ഷിണ കൊറിയ. താപനില അനുസരിച്ച് ഇതിന്റെ നിറം മാറുമെന്ന് സിയോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്ര സംഘം. 100 മൈക്രോമീറ്ററിന് താഴെയാണ് ചർമ്മത്തിന്റെ കനം. സ്പോർട്സ്.
ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇറ്റലിക്കും ജർമ്മനിക്കും സ്പെയിനും തകർപ്പൻ ജയം. ബെലാറസിനെ വീഴ്ത്തി ബെൽജിയം. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് പോളണ്ട്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ നാളെ കരുത്തരായ ബ്രസീൽ അർജന്റീന ടീമുകൾ കളത്തിൽ. ബ്രസീൽ പിറവിനെ നേരിടും. ബൊളീവിയാണ് അർജന്റീനയുടെ എതിരാളി. US ഓപ്പണിൽ ചരിത്രം കുറിച്ച ബ്രിട്ടന്റെ എമ്മ റാഡുക്കാനു. വനിതാ സിംഗിൾസിൽ 180 റാങ്കുകാരിയായ എമ്മ റാഡുക്കാനു സെമി ഫൈനലിൽ. ക്വാർട്ടറിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് ബലിന്ദ ബെനച്ചിക്കിനെ തോൽപ്പിച്ചത് നേരിട്ടുള്ള സെറ്റുകൾക്ക്. ന്യൂസിലാൻഡിനെതിരെ ചരിത്രത്തിലാദ്യമായി ഒരു പരമ്പര സ്വന്തമാക്കി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം. ചരിത്ര നേട്ടം. 2020 പരമ്പരയിലെ 4ാം മത്സരവും ജയിച്ചതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ബംഗ്ലാദേശ് 3-1 മുന്നിൽ. യുവതാരം ഇമാനുവൽ ലാൽ ചഞ്ചുബഹ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ ക്ലബ്ബുമായി 1 വർഷത്തെ കരാർ ഒപ്പുവെച്ചു. താരം നോർത്ത് ഈസ്റ്റിലെത്തുന്നത് ബംഗളൂരു FC-യിൽ നിന്ന്. ജില്ലാ വാർത്തകൾ. പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രോത്സാഹന സമ്മാനത്തിന് അപേക്ഷിക്കാം. 2021 അക്കാദമിക വർഷം 10ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള എല്ലാ കോഴ്സുകൾക്കും മികച്ച വിജയം നേടിയവർക്കാണ് പ്രോത്സാഹന സമ്മാനം. വിഴിഞ്ഞത്തേക്ക് ക്രൂ ചേഞ്ചിനെത്തുന്ന കപ്പലുകളുടെ എണ്ണം 500ലേക്ക്. കപ്പലുകളിൽ നിന്നും ആങ്കറിംഗ് ഫീ ആയി ഇതുവരെ ലഭിച്ചത് 6.5 കോടി രൂപ. തിരുവനന്തപുരം പാലോട്ടിൽ ആരാധനാലയങ്ങളിൽ കവർച്ച നടത്തിയ കേസിൽ 2 പ്രതികൾ പിടിയിൽ. പാലോട് പോലീസ് പിടികൂടിയത് മുഹമ്മദ് ഇജാസ്, അമീൻ അജ്മൽ എന്നിവരെ. മറ്റ് സ്റ്റേഷനുകളിലും പ്രതികൾക്കെതിരെ കേസുകളുണ്ടെന്ന് പോലീസ്. തിരുവനന്തപുരം വർക്കലയിലെ റിസോർട്ടിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് കൊല്ലം സ്വദേശികളായ നൌഫൽ, സമീർ എന്നിവർ. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ബൈക്കുകൾ മോഷ്ടിച്ച കേസിൽ യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് പനയറ സ്വദേശി ആദർശ്. പ്രതിക്കെതിരെ ആറ്റിങ്ങൽ സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 10 കേസുകൾ. പുനലൂരിൽ വീടിന്റെ ജനൽപ്പാളി തകർത്ത് മോഷണം. വീട്ടമ്മയുടെ മാല മോഷണം പോയി. സംഭവമുണ്ടായത് പുനലൂർ നഗരസഭയിലെ ഹൈസ്കൂൾ വാർഡിൽ. പുനലൂരിലെ കുംഭാവുരുട്ടി വെള്ളച്ചാട്ട കേന്ദ്രത്തിനായി 20 ലക്ഷം രൂപ അനുവദിച്ചു. കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പുനലൂർ MLA PS സുബാൽ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ റോഡിന്റെ ഒരു വശം ഇടിഞ്ഞത് നവീകരിക്കുന്നില്ലെന്ന് പരാതി. അപകട ഭീഷണി ഉയർത്തുന്നത് ആര്യങ്കാവ് പാലരുവി ജംഗ്ഷൻ സമീപത്തെ റോഡ് ഇടിഞ്ഞത്. പത്തനംതിട്ട കൊച്ചുകോയിക്കൽ വനമേഖലയിൽ കൂട്ടം തെറ്റിയെത്തിയ കുട്ടിയാനയെ കോന്നി ആനക്കൂട്ടിൽ എത്തിച്ചു. 8 മാസം പ്രായമുള്ള കണ്ണൻ എന്ന കുട്ടിയാനയാണ് എത്തിച്ചത്. ഗൂഡിക്കൽ റേഞ്ചിൽ വെച്ചാണ് കൂട്ടം തെറ്റിയെത്തിയത്. അതിഥി തൊഴിലാളികളായ കോവിഡ് ബാധിതരെ പരിചരിക്കാൻ കോന്നിയിൽ ആരംഭിച്ച കരുതൽവാസ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്തി. കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സെന്ററിന്റെ പ്രവർത്തനമാണ് നിർത്തിയത്. പവർ ഹൌസ് കൊമ്മാടി പാലങ്ങളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി PP ചിത്തരഞ്ജൻ MLA. പാലങ്ങളുടെ നിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാക്കുമെന്നും MLA. കടുത്തുരുത്തി ഗവൺമെന്റ് സ്കൂളിന് വാട്ടർ കൂളർ നൽകി DYFI കൊടികുത്തി യൂണിറ്റ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS ശരത് സ്കൂൾ പ്രിൻസിപ്പലിന് കൈമാറി. കോട്ടയം പള്ളിക്കത്തോട്ടിൽ പൊതുമരാമത്ത് വകുപ്പിനായി മണ്ണെടുക്കുന്ന സ്വകാര്യ കമ്പനിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. സർക്കാർ ഉത്തരവിന്റെ മറവിൽ ചട്ടം ലംഘിച്ച് മണ്ണ് കടത്തുന്നുവെന്ന് ആരോപണം. കോട്ടയം ഇളങ്കാട് കൊടുങ്ങാറോഡ് പുനരുദ്ധാരണ പ്രവർത്തനത്തിന് നടപടി. 25 ലക്ഷം രൂപയുടെ പ്രവർത്തികൾക്ക് ഭരണാനുമതി ലഭിച്ചെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. കോട്ടയം മാന്തുരുത്തിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചു. 2 പേർക്ക് പരിക്ക്. അപകടം മാന്തുരുത്തി കവലയ്ക്ക് സമീപം. കട്ടപ്പന നഗരസഭാ പരിധിയിൽ അനധികൃതമായി വിൽക്കാൻ ശ്രമിച്ച മാംസം പിടികൂടി. കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തത് 40 കിലോ മാംസം. അനധികൃതമായി മാംസം എത്തിച്ചത് വിവാഹാവശ്യത്തിന്. കാഞ്ഞിരമറ്റം ആനക്കയം റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ. കൊച്ചിൻ സ്മാർട്ട് മിഷൻ CEO ചുമതലയേറ്റ് S ഷാനവാസ് IAS. വൈറ്റില മൊബിലിറ്റി ഹബ്, കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്നിവയുടെ മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും S ഷാനവാസ്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി CPIM വടക്കേക്കര ലോക്കൽ കമ്മിറ്റി കുഞ്ഞിത്തൈ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തൃശൂർ പൊയ്യയിൽ ബയോഫ്ലോക് മത്സ്യകൃഷിയുടെ വിളവെടുത്തു. ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA. മത്സ്യകൃഷി നടത്തുന്നത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി. ചാലിശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് വേണ്ടി പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. 10 കോടി രൂപയുടെ കെട്ടിടമാണ് ഒരുങ്ങുന്നത്. ആധുനിക രീതിയിലുള്ള പ്രസവ വാർഡ്, കുട്ടികളുടെ വാർഡ്, ഓർത്തോ വാർഡ് തുടങ്ങിയവയും നിർമ്മിക്കും. പാലക്കാട് മേപ്പറമ്പ് മെട്രോ നഗർ റോഡിൽ മരം കടപുഴകി വീണു. 2 കാറുകളും വൈദ്യുത പോസ്റ്റുകളും തകർന്നു. അപകടം ഇന്ന് പുലർച്ചെ. കൂറ്റനാട് പെട്രോൾ പമ്പിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച യുവാവ് മറ്റൊരു കേസിൽ പിടിയിൽ. ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായത് പൊന്നാനി സ്വദേശി തസ്വീർ. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളായി 30 കേസുകൾ ഉണ്ടെന്ന് പോലീസ്.
കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് BMS പട്ടാമ്പി മേഖലാ കമ്മിറ്റി ധർണ ഉദ്ഘാടനം ചെയ്ത് BMS പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ. പാലക്കാട് നഗരത്തിൽ വീട് കുത്തി തുറന്ന മോഷണം. പറക്കുന്നം സ്വദേശി മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ നിന്ന് 25 പവൻ സ്വർണവും 30,000 രൂപയും മോഷണം പോയി. കുടുംബം ചെന്നൈയിൽ പോയ സമയത്താണ് മോഷണമുണ്ടായത്. മലപ്പുറം ജില്ലയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി തുടരുമെന്ന് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ. WIPR 7 കൂടുതലുള്ള പഞ്ചായത്തുകളിലും നഗരസഭാ വാർഡുകളിലും കർശന ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ. മലബാർ സമരത്തെ തെറ്റായി ചിത്രീകരിച്ച് മതധ്രുവീകരണത്തിന് ശ്രമം നടത്തുന്നുവെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം M. സ്വരാജ്. മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമെന്നും M. സ്വരാജ്. വിമർശനം SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ഓൺലൈൻ ചർച്ചാ പരിപാടി. ആറളം ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ചെയ്തു പോലീസ്. വിതരണോദ്ഘാടനം നിർവഹിച്ച് ഇരിട്ടി DYSP പ്രിൻസ് എബ്രഹാം. കൂത്തുപറമ്പിൽ വനിതാ റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി വരുന്നു. 18-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നിർമ്മാണം 1,17,00,000 രൂപ ചെലവിൽ. കൂത്തുപറമ്പിൽ 2 കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളി പിടിയിൽ. അറസ്റ്റിലായത് പശ്ചിമബംഗാൾ സ്വദേശി SK മിനറൽ. പാപ്പിനിശ്ശേരിയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 13.5 ടൺ മണൽ പിടിച്ചെടുത്തു. മണൽ കണ്ടെത്തിയത് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ കോമ്പൗണ്ടിൽ ബാഗുകളിൽ സൂക്ഷിച്ച നിലയിൽ. കാസർഗോഡ് കാഞ്ഞങ്ങാട് പാതയിലെ കുഴികളടയ്ക്കുന്നു. അശാസ്ത്രീയമായാണ് കുഴിയടയ്ക്കൽ നടപടികളെന്ന് നാട്ടുകാർ. മദ്യവിൽപ്പന എന്ന രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ തോക്ക് പിടിച്ചെടുത്തു. കുണ്ടംകുടി അനിൽകുമാർ പിടിയിൽ, റിമാൻഡ് ചെയ്തു. കുമ്പളയിൽ 17-കാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് തൃക്കണ്ണാട് സ്വദേശി അക്ഷയ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി. നോക്കാം എന്റർടൈൻമെന്റ്. മഞ്ജു വാര്യരും ബിജു മേനോനും പ്രധാന വേഷത്തിലെത്തുന്ന ലളിതം സുന്ദരം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. മഞ്ജു വാര്യരുടെ സഹോദരൻ മധു വാര്യരാണ് സംവിധാനം. പ്രമോദ് മോഹനാണ് തിരക്കഥ. 777 ചാർലി എന്ന ചിത്രത്തിൽ ജാസി ഗിഫ്റ്റ് പാടിയ ഗാനം പുറത്ത്. ക്വീൻ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ജെൻസൺ ആലപ്പാട്ട് തമിഴിലേക്ക്. ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ് നായകനാകുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം. ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അമേരിക്ക ഒഴിഞ്ഞുപോയത് ആഘോഷമാക്കി താലിബാനുകൾ സ്വയം വെടിവെക്കുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. സംഭവം ജോർദാനിൽ 2018 നടന്ന ഒരു വിവാഹ ചടങ്ങിലുണ്ടായ ആഘോഷത്തിന്റേത്. ആഘോഷത്തിനിടെ നടന്ന അബദ്ധമാണ് താലിബാനിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാഴ്ചകൾ എന്ന തരത്തിൽ പ്രചരിക്കുന്നത്. സംഘപരിവാർ തൊപ്പിച്ചേരുന്നത് CPIM-നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസിന് മേൽ BJP ബന്ധം ആരോപിക്കാനുള്ള വിജയരാഘവന്റെ ശ്രമം CPIM BJP ബന്ധത്തിന് കാര്യക്കാരനായി നിന്നതിന്റെ ജാള്യത മറയ്ക്കാനെന്നും VD സതീശൻ. കോൺഗ്രസിന്റെ മതേതര നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്നും VD സതീശൻ. വിമാന ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതി നിയന്ത്രിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി. ഉഡാൻ പദ്ധതിയിൽ 50 പുതിയ റൂട്ടുകൾ തുടങ്ങുമെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ. പ്രതിഷേധങ്ങൾക്കിടെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകാൻ നീക്കവുമായി KSRTC ഡിപ്പോകൾ. ഔട്ട്ലെറ്റിനായി ഏറ്റെടുക്കില്ല. കോർപ്പറേഷൻ ഉപയോഗിക്കാതെ കിടക്കുന്ന 16 സ്ഥലങ്ങൾ നൽകും. തീരുമാനം യൂണിയനുകളുമായി നടത്തിയ ചർച്ചയിൽ. പാലാ രൂപതാ ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയിൽ വിമർശനവുമായി SKSSF. മുസ്ലിം സമുദായത്തിനെതിരെ ദുരാരോപണമുയർത്തി മതസ്പർദ്ധയുണ്ടാക്കാനാണ് ശ്രമമെന്ന് വിമർശനം. ബിഷപ്പ് ഉന്നയിക്കുന്ന ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് എന്നിവയുടെ തെളിവുകൾ പുറത്തുവിടണമെന്നും SKSSF. മധ്യപ്രദേശിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. ഹോട്ടൽ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയതെന്ന് ഭോപ്പാൽ SP സായ് കൃഷ്ണ തോട്ട.